إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدئ الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحدي حدي محمد النبي صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أعوذ بالله من الشيطان الرجيم إن أول بيت وضع للناس للذي ببكة مباركا وهدى للعالمين സ്നേഹമുള്ള സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ സമയങ്ങളിലും, പ്രത്യേകിച്ച് നമ്മുടെ രഹസ്യ ജീവിതത്തിൽ കൂടുതൽ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ ശ്രദ്ധിക്കണേ, അതിനുവേണ്ടി പരിശ്രമിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങളെ എല്ലാ ആളുകളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ നിയമങ്ങളെയും നിർദ്ദേശങ്ങളെയും ജീവിതത്തിൽ പകർത്തി മുത്തഖികളായി ജീവിക്കുവാൻ നമുക്കൊക്കെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, മഹാനായ സഹാബി ഉമർ ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം മരണത്തിന് വേണ്ടി കിടക്കുമ്പോൾ, അല്ലെങ്കിൽ മരണം അടുത്ത സമയത്ത് അദ്ദേഹത്തിൻ്റെ ആ കട്ടിലിൽ കിടക്കുന്ന സമയം, അദ്ദേഹം കിടക്കുന്ന ഭാഗത്തേക്ക് ആ ചുമരിന് നേരെ തിരിഞ്ഞുകൊണ്ട് മരണത്തിൻ്റെ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് അദ്ദേഹം കിടന്ന് കരയുന്നൊരു രംഗം അദ്ദേഹത്തിൻ്റെ മകൻ കാണുകയായി. ആ സമയത്ത് തൻ്റെ പിതാവിനോട് അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. മകൻ പറഞ്ഞു, ബശറക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കദാ വകദാ. എന്തിനാണ് പിതാവേ നിങ്ങൾ വിഷമിച്ച് കരയുന്നത്? അങ്ങേക്ക് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള സന്തോഷവാർത്ത നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ലേ? എന്തിനാണ് നിങ്ങൾ ഈ സമയത്ത് കരയുന്നത്?
ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ മറുപടി, അദ്ദേഹം തൻ്റെ മകനെ ചേർത്ത് പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ ഒരുപാട് യുദ്ധത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എതിരിൽ ഞാൻ ഒരുപാട് യുദ്ധത്തിന് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. ആ സമയത്തായിരുന്നു എൻ്റെ മരണമെങ്കിൽ ഞാൻ നരകത്തിൽ പോകുകയില്ലായിരുന്നോ? അദ്ദേഹം തൻ്റെ മകനോട് ചോദിക്കുകയാണ്. എന്നാൽ ആ കാലഘട്ടം പിന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം ഞാൻ ജീവിച്ച ഒരു കാലഘട്ടം അത് ഓർത്ത് ഞാൻ കരയുകയാണ് എന്ന് സഹാബി അദ്ദേഹത്തിൻ്റെ മകനോട് പറയുകയാണ്. എന്നിട്ട് ആ സമയത്ത് അദ്ദേഹം ഒരു സംഭവം ഓർമ്മിക്കുകയും അത് തൻ്റെ മകന് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞാൻ മുസ്ലിമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ചെന്നു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഞാൻ ബൈഅത്തിന് വേണ്ടി കൈ നീട്ടുമ്പോൾ, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബൈഅത്ത് ചെയ്യുന്നതിന് വേണ്ടി എൻ്റെ അടുക്കലേക്ക് കൈകൾ നീട്ടിയ സമയത്ത് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ബൈഅത്ത് ചെയ്യുവാൻ വേണ്ടി എൻ്റെ കൈ കൊടുത്തില്ല. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, എന്താണ് നിനക്ക് പ്രയാസം? ഒരാൾ ഇസ്ലാം സ്വീകരിച്ചാൽ ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പോയി ബൈഅത്ത് ചെയ്യും. പക്ഷെ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഞാൻ മുസ്ലിം ആവണമെങ്കിൽ എനിക്ക് ചില നിബന്ധനകളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം പറയുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, എന്താണത്? ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, അയ്യഗ്ഫിറ ലി, അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കെല്ലാം പൊറുത്തു തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് ചോദിക്കുന്ന സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബിയുടെ മറുപടി, ഞാൻ ഇസ്ലാം സ്വീകരിക്കണമെങ്കിൽ അദ്ദേഹം പറയാണ്, എനിക്ക് എൻ്റെ ജീവിതത്തിലെ എല്ലാ പാപങ്ങളും അല്ലാഹു പൊറുത്തു തരും എന്നുറപ്പുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അന്നൽ ഇസ്ലാമ അമാ അലിംത, നീ ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ലേ? നിനക്ക് ഇസ്ലാമിനെ കുറിച്ച് അറിയുകയില്ലേ? എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അന്നൽ ഇസ്ലാമ യഹ്ദിമു മാ കാന ഖബ്ലഹു, ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ അവൻ 70-ാമത്തെ വയസ്സിലായാലും 80-ാമത്തെ വയസ്സിലായും എപ്പോഴാണ് ഒരു മനുഷ്യൻ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്, അതിനു മുമ്പുള്ള എല്ലാ കാര്യങ്ങളെയും അള്ളാഹു അവന് പുറത്തു കൊടുക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു, അന്നൽ ഹിജ്റത തഹ്ദിമു മാ കാന ഖബ്ലഹാ, ഒരാൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഹിജ്റ ചെയ്താൽ, ഒരാൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഹിജ്റ പുറപ്പെട്ടാൽ അത് കാരണത്താൽ അവൻ്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും എന്നും. മൂന്നാമത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വ അന്നൽ ഹജ്ജ യഹ്ദിമു മാ കാന ഖബ്ലഹു, ഒരാൾ ഹജ്ജ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ്റെ മുമ്പത്തെ പാപങ്ങളൊക്കെ അത് കാരണത്താൽ പുറത്തു കൊടുക്കുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. സഹോദരങ്ങളെ, ഈ 3 കാര്യങ്ങൾ നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ട കാര്യമാണ്. ഒന്നാമത്തേത്, ഹിജ്റ എന്നുള്ളത് ഈ ഒരു കാലഘട്ടത്തിൽ നമുക്കൊന്നും ആവശ്യമില്ലാത്ത രൂപത്തിലാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. അതേപോലെ തന്നെ നമ്മളാരും തന്നെ കൂടുതൽ ആളുകളും ഇസ്ലാമിലേക്ക് കടന്നു വന്നവരല്ല. നമ്മളൊക്കെ തന്നെ നമ്മുടെ മാതാപിതാക്കൾ അവരൊക്കെ ഇസ്ലാമിലൂടെ കടന്നു വന്ന് അങ്ങനെ തന്നെ നമ്മൾ ഇസ്ലാമിലേക്ക് എത്തിയവരുമാണ്. അപ്പം ഈ 2 കാര്യങ്ങളും ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ മുൻ പാപങ്ങൾ പൊറുത്തു കിട്ടാനുള്ള ഒരു അവസരം ഇല്ല. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരാൾ ഹജ്ജ് ചെയ്താൽ, ഒരു മനുഷ്യൻ ഹജ്ജ് നല്ല രൂപത്തിൽ ചെയ്തു കഴിഞ്ഞാൽ അവൻ്റെ മുന്നുള്ള എല്ലാ പാപങ്ങളും അവൻ അല്ലാഹു പൊറുത്തു കൊടുക്കുമെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ഹജ്ജും മബ്റൂർ,
ഒരാൾ ഏറ്റവും നല്ല രൂപത്തിൽ ഒരു മനുഷ്യൻ ഹജ്ജിന് പുറപ്പെട്ട് ഹജ്ജ് ചെയ്തു വന്നാൽ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, അവന് സ്വർഗമല്ലാതെ ഒന്നുമില്ല എന്നാണ്. അതിനുള്ള പ്രതിഫലം സ്വർഗം മാത്രമാണ് എന്നാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഒരുപാട് ആളുകൾ ഹജ്ജിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ്. മക്ക രാജ്യം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഹാജിമാരെ സ്വീകരിക്കാനുള്ള എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഹജ്ജെന്ന ഏറ്റവും പുണ്യമായ കർമ്മം ചെയ്യാൻ വേണ്ടി ഒരുപാട് സഹോദര സഹോദരിമാർ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ട ഒരു കാര്യമാണ് ഈ സമയത്ത് നമ്മുടെ ചിന്തയിലേക്ക് ഞാൻ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. നോക്കൂ, നിങ്ങൾ യഥാർത്ഥത്തിൽ ശരിക്കും മരണം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ ജീവിതത്തിലെ നിത്യ അവസ്ഥയിൽ നിന്ന് നമ്മളൊക്കെ എല്ലാ കാര്യങ്ങളും വിട്ട് മാറിപ്പോകുക എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ നമ്മൾ മരിച്ചു പോകുമ്പോൾ നമ്മുടെ കൂട്ടുകാരും നാട്ടുകാരും മക്കളും ഭാര്യയും എല്ലാവരും അവരെ എല്ലാം മാറ്റി നിർത്തിക്കൊണ്ടാണ് നമ്മൾ പോകുന്നത്. ശരിക്കും ഹജ്ജും അങ്ങനെ തന്നെയാണ്. നമ്മളെ മാറ്റി നിർത്തുകയാണ്. നമ്മുടെ മക്കളിൽ നിന്ന്, നമ്മുടെ കുടുംബത്തിൽ നിന്ന്, എല്ലാവരിൽ നിന്നും നമ്മൾ മാറി ഒരു യാത്രക്ക് തയ്യാറെടുക്കുകയാണ്. മരണത്തെക്കുറിച്ചുള്ളൊരു ചിന്ത യഥാർത്ഥത്തിൽ ഒരു 40 ദിവസമോ 30 ദിവസമോ ഹജ്ജിന് വേണ്ടി അവിടെ നിൽക്കുമ്പോൾ അവൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന വല്ലാത്തൊരു കാര്യമാണത്. ഞാൻ ഒറ്റക്കാകുന്ന, അല്ലെങ്കിൽ മരണത്തിൻ്റെ ആ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ അവന് സാധിക്കും. നോക്കൂ നിങ്ങൾ, ഹജ്ജ് ജീവിതത്തിൽ തന്നെ വലിയ വലിയ മാറ്റങ്ങൾ ഓരോരുത്തരിലും ഉണ്ടാക്കും. എന്തൊക്കെ കർമ്മങ്ങൾ ഇപ്പോൾ മനുഷ്യരായ നമ്മൾ, വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും ഒരുപാട് കർമ്മങ്ങൾ ചെയ്യുന്നവരാണ്. അള്ളാഹുവിനോട് ഒരുപാട് കർമ്മങ്ങൾ ചെയ്ത് സ്വീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഹജ്ജ് ചെയ്യുമ്പോൾ തന്നെയാണ് ഇസ്ലാം പൂർത്തിയാകുക എന്ന് നമ്മൾ മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നപ്പോൾ അവിടുന്ന് പറഞ്ഞല്ലോ, ബുനിയൽ ഇസ്ലാമു അലാ ഖംസ്, 5 കാര്യങ്ങളാണ്. ഇസ്ലാം കാര്യങ്ങൾ ചെറുപ്രായത്തിലെ മദ്രസയിൽ നിന്ന് എണ്ണിപ്പടിച്ചു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതുപോലെ തന്നെ ഷഹാദത്ത് കലിമ, നമസ്കാരവും, അതുപോലെ തന്നെ സകാത്തും നോമ്പും ഹജ്ജും, ഇത് ഓരോന്നും അവന് കൃത്യമായ സമയത്ത് അവൻ ചെയ്യേണ്ടതുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചൊരു വിഷയമാണ്. നോക്കൂ നിങ്ങൾ, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അദ്ദേഹം പറയാണ്, ഖതബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഞങ്ങളോട് സംസാരിക്കുകയാണ്. അവിടുന്ന് പറഞ്ഞു, യാ അയ്യുഹന്നാസ്, അല്ലയോ സഹാബാക്കളെ, അല്ലയോ മനുഷ്യരെ, ഖദ് ഫറളല്ലാഹു അലൈക്കുമുൽ ഹജ്ജ, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജ് നിർബന്ധമാക്കിയിട്ടുണ്ട്. ഫഹുജ്ജു, നിങ്ങൾ അതുകൊണ്ട് ഹജ്ജ് ചെയ്യണം. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് നിർബന്ധമാക്കിയിട്ടുണ്ട്. ഖദ് ഫറളല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയിട്ടുണ്ട്. ഹജ്ജ് നിർബന്ധമാണ്. ഫഹുജ്ജു, അതുകൊണ്ട് നിങ്ങൾ ഹജ്ജ് ചെയ്യണം എന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചു. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഒരുപാട് ആളുകൾ പലരും ഹജ്ജിന് വേണ്ടി ഒരുങ്ങുന്ന ഈ സമയം നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ട ഒരു വിഷയമുണ്ട്. എനിക്കെന്താണ് ഇപ്പോൾ തടസ്സമുള്ളത്? ഹജ്ജിന് പോകാൻ സാമ്പത്തികമായി എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണോ, അതല്ലെങ്കിൽ ആരോഗ്യം എന്നെ സമ്മതിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണോ? ഓരോ മനുഷ്യരും, ഓരോ മുസ്ലിമും ആലോചിക്കേണ്ട വിഷയമാണ്, എന്താണ് ഇപ്പോൾ എനിക്ക് ഹജ്ജിനുള്ള തടസ്സം എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമസ്കാരവും സകാത്തും നോമ്പും ഈ കാര്യങ്ങളൊക്കെ നിർബന്ധമാക്കിയതുപോലെ സമ്പത്തും സൗകര്യവും എല്ലാം ഒത്തിണങ്ങിയിട്ടും ഒരു മനുഷ്യൻ ഹജ്ജിനവൻ തയ്യാറാകുന്നില്ല എങ്കിൽ അവൻ അള്ളാഹുവുമായിട്ടുള്ള കാര്യങ്ങളിൽ വീഴ്ച വരുത്തുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ആ കാര്യം ആലോചിക്കേണ്ടതുണ്ട്. നോക്കൂ നിങ്ങൾ, പുണ്യം ചെയ്യണം, നന്മ ചെയ്യണം എന്ന് ഉദ്ദേശിക്കുന്ന ഒരാൾക്ക് ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു പുണ്യമാണ് ഹജ്ജ് എന്നുള്ളത്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു,
സുഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുൽ അമലിൽ അഫ്ളൽ, ഏറ്റവും നല്ല പ്രവൃത്തി ഏതാണ് നബിയെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് ചോദിക്കുകയാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അൽ ഈമാനു ബില്ലാഹ് വറസൂലി, അള്ളാഹുവിലും അവൻ്റെ പ്രവാചകനിലും വിശ്വസിക്കലാണ് ഒന്നാമത് പഠിപ്പിച്ചു അവർ. സുമ്മ മാദ, സഹാബത്ത് ചോദിക്കുകയാണ്, പിന്നെ എന്താണ് നബിയെ? അവിടുന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധത്തിന് ഇറങ്ങുക എന്നുള്ളതാണ്. ഏറ്റവും നല്ല പ്രവൃത്തി ഏതെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകനോട് ചോദിക്കുമ്പോൾ ഒന്നാമത് കൊടുത്തത് അൽ ഈമാനു ബില്ലാഹി വറസൂലി, അള്ളാഹുവിലുള്ള വിശ്വാസവും അവൻ്റെ പ്രവാചകനിലുള്ള വിശ്വാസവുമാണ്. രണ്ടാമത് പറഞ്ഞത് ജിഹാദാണ്. മൂന്നാമതും ചോദിച്ചു സഹാബത്ത്, പിന്നെ എന്താണ് നബിയെ എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്ത മറുപടി അൽ ഹജ്ജുൽ മബ്റൂർ, ഏറ്റവും നല്ല രൂപത്തിൽ ചെയ്യുന്ന ഒരു ഹജ്ജ് എന്നാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, യുദ്ധത്തിന് തുല്യമായിട്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ശത്രുക്കളുമായി ഏറ്റുമുട്ടി അവിടെ യുദ്ധം ചെയ്യുന്ന അതേ കാര്യത്തിൻ്റെ കൂടെ എണ്ണിപ്പറഞ്ഞ ഒരു വിഷയമാണ് ഹജ്ജ് ചെയ്യുക എന്നുള്ളത്. അത്രമാത്രം പുണ്യമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്നത്തെ കാലത്ത് വളരെ എളുപ്പമാണ്, അത്യാവശ്യം സമ്പത്തും സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും പല ആളുകളും അതിന് തയ്യാറാകുന്നില്ല എങ്കിൽ ഓരോരുത്തരും സ്വന്തത്തോട് ആലോചിച്ച് നോക്കണം, എനിക്കെന്താണ് ഇപ്പോൾ ഹജ്ജിന് ചെയ്യാനുള്ള തടസ്സം? പണ്ടത്തെ പോലെ ഒരുപാട് മാസങ്ങളോളം നീണ്ട യാത്രയില്ല, മണിക്കൂറുകളെ കൊണ്ട് നമുക്കിത് മക്ക രാജ്യത്തേക്ക് എത്താൻ സാധിക്കും. അതുപോലെ എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും ഉണ്ടായിട്ടും നമ്മൾ അതിനു വേണ്ടി ഒരുങ്ങുന്നില്ല എങ്കിൽ നമ്മൾ വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ പ്രവാചകരെ, നറാ അൽ ജിഹാദു അഫ്ളൽ അമൽ, ഞങ്ങൾക്കറിയാം ജിഹാദാണ് ഏറ്റവും നല്ല അഫ്ളലായ ഒരു അമല് എന്ന്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകനോട് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, അഫലാ നുജാഹിദ്, ഞങ്ങൾ യുദ്ധം ചെയ്യേണ്ടതില്ലേ, യുദ്ധത്തിന് ഇറങ്ങേണ്ടതില്ലേ എന്ന് ആയിഷ ബീവി ചോദിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ കൊടുത്ത ഉത്തരം ലാ എന്നാണ്. നിങ്ങളിപ്പോൾ ആ യുദ്ധത്തിന് വേണ്ടി ഇറങ്ങേണ്ടതില്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാകിന്ന അഫ്ളൽ ജിഹാദ്, എന്നാൽ ഏറ്റവും നല്ല ജിഹാദ് ഏതെന്നാണ് നിങ്ങൾക്കറിയുമോ? അൽ ഹജ്ജുൽ മബ്റൂർ, നിങ്ങൾ ഹജ്ജ് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ആലോചിച്ച് നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പഠിപ്പിച്ച വിഷയം എന്താ? ഒരാൾ ഹജ്ജ് ചെയ്ത് വന്നാൽ, അവൻ തിരിച്ചു വന്നാൽ അവന് ഞാൻ സ്വർഗം നൽകാം എന്ന് ഉറപ്പ് കൊടുക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വളരെ കുറച്ച് ദിവസത്തെ ഒരു 5-6 ദിവസം മാത്രം മതി ഒരാൾക്ക് ഹജ്ജ് ചെയ്ത് പോരാൻ. അത്ര ദിവസങ്ങൾ ഒരാൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഏറ്റവും നല്ല രൂപത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ രൂപത്തിൽ ഹജ്ജ് ചെയ്ത് മടങ്ങി വന്നാൽ അവന് സ്വർഗം നൽകാമെന്ന് ലോകത്തിൻ്റെ പ്രവാചകൻ നമുക്ക് ഗ്യാരണ്ടി നൽകുകയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അൽ ഉംറതു ഇലൽ ഉംറഹ് കഫാറത്തുൻ ലിമാ ബൈനഹുമാ, ഒരു ഉംറ അടുത്ത ഉംറ വരെ അതിൻ്റെ ഇടയിലുള്ള പാപങ്ങൾ അവന് അത് കാരണത്താൽ മായ്ക്കപ്പെടുമെന്നാണ്. എന്നാൽ വൽ ഹജ്ജുൽ മബ്റൂർ, ഒരാൾ നല്ല രൂപത്തിൽ ഹജ്ജ് ചെയ്താൽ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, അവന് സ്വർഗമല്ലാതെ ഒന്നുമില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നോക്ക് നിങ്ങൾ, എല്ലാ തെറ്റുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എന്തൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടോ, അവൻ ആത്മാർത്ഥമായി ഹജ്ജിന് പുറപ്പെട്ട് നല്ല സമ്പാദ്യം കൊണ്ട് അവൻ ഹജ്ജിന് പോയി, അവൻ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ച രൂപത്തിൽ ഹജ്ജ് ചെയ്ത് തിരിച്ചു വരുമ്പോൾ അവന് കിട്ടുന്നത് ഏറ്റവും നല്ല രൂപത്തിൽ അള്ളാഹു അവന് സ്വർഗം കൊടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാൻ, മൻ ഹജ്ജ ലില്ലാഹ്, ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടി ഹജ്ജ് ചെയ്താൽ, അവിടെ നമ്മൾ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട വിഷയമാണ്. ആൾക്കാരൊക്കെ നാട്ടിൽ ഇപ്പം എല്ലാവരും ഹജ്ജിന് പോകുന്നൊരു സമയമാണ്. ആളുകളൊക്കെ അങ്ങനെ ചോദിക്കുകയാണ്, വലിയ കാശൊക്കെ ഉണ്ടായിട്ടും വലിയ സമ്പന്നനാണെന്ന് പറഞ്ഞ് നടന്നിട്ടും
നീ ഒരു ഹജ്ജിന് ഇതുവരെ പോയിട്ടില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നു ആളുകൾ. അതുകൊണ്ട് ഞാനും ഇത്തവണ ഹജ്ജിന് പോകുകയാണ്. അങ്ങനെയല്ല സുഹൃത്തുക്കളെ. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മൻ ഹജ്ജ ലില്ലാഹ്, അള്ളാഹുവിന് വേണ്ടി, ആളുകളെ കാണിക്കാനല്ല, പേരിന്റെ കൂട്ടത്തിൽ അവസാനത്തിൽ ഒരു ഹാജി എന്ന പേര് കിട്ടാനല്ല, അല്ലെങ്കിൽ ആളുകളൊക്കെ ഹാജിയാരെ എന്ന് പേര് വിളിച്ച് നടക്കാൻ വേണ്ടിയല്ല, മറിച്ച് മൻ ഹജ്ജ ലില്ലാഹ്, അള്ളാഹുവിന് വേണ്ടി ഒരാൾ ഹജ്ജ് ചെയ്താൽ വലം യർഫുസ് വലൻ യഫ്സുഖ്, ഏറ്റവും നല്ല രൂപത്തിൽ അള്ളാഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപത്തിൽ അവൻ ഹജ്ജ് ചെയ്താൽ റജഅ കയൗമി വലദതു ഉമ്മുഹു, ഒരു ചെറിയ കുഞ്ഞിനെ അവന്റെ ഉമ്മ പ്രസവിക്കുമ്പോൾ ഏത് രൂപത്തിലാണ്, പാപങ്ങളൊന്നുമില്ലാത്ത ഒരു ചെറിയ കുഞ്ഞ് ഏത് രൂപത്തിലാണോ പ്രസവിച്ചു വീണത് ആ രൂപത്തിലാകുമെന്ന്. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് കൊടുക്കുന്ന വല്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് ആത്മാർത്ഥമായി നമ്മൾ സമ്പത്തൊക്കെ ഉള്ള, സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും സുഹൃത്തുക്കളെ ഹജ്ജിനു വേണ്ടി ഒരുങ്ങിയിട്ടില്ല എങ്കിൽ നിർബന്ധമാണ്, ഞാൻ നിസ്കരിക്കുന്നത് പോലെ, ഞാൻ എൻ്റെ സമ്പത്തിൻ്റെ സക്കാത്ത് കൊടുക്കുന്നത് പോലെ, റമളാൻ മാസം എന്നപ്പോൾ ആ ദിവസങ്ങളിലെ നോമ്പ് നിർബന്ധമാക്കിയതുപോലെ, സമ്പത്തും സൗകര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടും ഹജ്ജിന് വേണ്ടി ഞാനും നിങ്ങളും ഒരുങ്ങിയിട്ടില്ലെങ്കിൽ അതിൻ്റെ ഗൗരവം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് നോക്കൂ നിങ്ങൾ, തെറ്റുകളൊക്കെ പൊറുത്തു കിട്ടി ഒന്നുമില്ലാത്തൊരു പുതിയൊരു ജീവിതം നയിക്കാൻ അവന് സാധിക്കും. ഒരു പുതിയ മനുഷ്യനായി ജീവിതത്തിൻ്റെ ഇന്നലകളിൽ അവൻ ചെയ്തിട്ടുള്ള ഒരുപാട് കുറ്റങ്ങളുണ്ട്. ആ കുറ്റങ്ങളൊക്കെ തൻ്റെ റഹ്മാനായ റബ്ബിനോട് വിളിച്ചു പറഞ്ഞ് ഏറ്റവും അള്ളാഹു പ്രാർത്ഥനയ്ക്ക് പ്രത്യേകമായി ഉത്തരം നൽകുന്ന സമയങ്ങളും സന്ദർഭങ്ങളും അവൻ ഉപയോഗപ്പെടുത്തി അവൻ തിരിച്ചു വരുന്നത് ഒരു പുതിയ മനുഷ്യനായിട്ടാണ്. ചെറിയൊരു കുഞ്ഞ് ജനിച്ചു വീണ് ആ രൂപത്തിൽ, ഒന്നുമില്ലാത്ത രൂപത്തിൽ സുഹൃത്തുക്കളെ അങ്ങനെ ആയിട്ട് പിന്നീട് അവൻ്റെ ജീവിതം നന്നായി അങ്ങനെ മരിച്ചു പോകാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരിക്കൽ കൂടി അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ പറഞ്ഞു വന്നത്, കഴിവുണ്ടായിട്ടും ഹജ്ജിന് വേണ്ടി ഒരുങ്ങാത്ത ആളുകൾ ഇന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് പറഞ്ഞു തന്ന ചില വചനങ്ങളാണ് ഞാൻ ഓർമ്മയിൽപ്പെടുത്തിയത്. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, താബിഉ ബൈനൽ ഹജ്ജി വൽ ഉംറ, നിങ്ങൾ ഹജ്ജിനും ഉംറക്കും അത് രണ്ടും നിങ്ങൾ തുടർത്തണം. അതായത് ഒരാൾ ഒരു തവണ ഉംറ ചെയ്തു, അവൻ വീണ്ടും അത് തുടർന്നുകൊണ്ടേയിരിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. സാധിക്കുന്ന ആളുകൾ അങ്ങനെ ചെയ്യാറുമുണ്ട്. അങ്ങനെ ചെയ്താൽ അവർക്കുണ്ടാകുന്ന ഗുണത്തെക്കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നഹുമാ തൻഫിയാനി അൽ ഫഖ്രി വദ്ദുനൂബ്, അവൻ്റെ ജീവിതത്തിലെ പാപങ്ങളും അവൻ്റെ ദാരിദ്ര്യവും ഇല്ലാതാകുമെന്നാണ്. അത്യാവശ്യം സമ്പത്തും സൗകര്യങ്ങളൊക്കെ ഉള്ളൊരു മനുഷ്യൻ അവൻ ഹജ്ജിനൊന്നും പോകാതെ അവൻ്റെ സമ്പത്ത് ഇങ്ങനെ കെട്ടിവെച്ചാൽ അതുണ്ടാകുമെന്നല്ല. നിങ്ങൾ ഹജ്ജും ഉംറയും ഒക്കെ ചെയ്താൽ അത് കാരണം നിങ്ങളുടെ പാപങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് പൊറുത്തു തരും, നിങ്ങൾക്ക് ദാരിദ്ര്യം ഇല്ലാതാക്കുകയും ചെയ്യുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഏതുപോലെ എന്ന് ചോദിച്ചാൽ, കമാ യൻഖി അൽഖീറു ഖുബ്സൽ ഹദീദ് വദ്ദഹബ വൽ ഫിദ്ദ, സ്വർണവും അതുപോലെ തന്നെ വെള്ളിയും ഇരുമ്പൊക്കെ ചൂടാക്കി അതിലെ തുരുമ്പ് കളയുന്നത് പോലെ, സ്വർണം നമ്മൾ ജ്വല്ലറിയിൽ കൊണ്ടുപോയി കൊടുത്താൽ വിൽക്കുന്ന സമയത്ത് അവർ തീ കത്തിച്ച് അതിലിട്ട് ഉരുക്കി കളയുന്നത് പോലെ, അതിലെ ചേറ് കളയുന്നത് പോലെ
അള്ളാഹു നമ്മളെ സംരക്ഷിക്കും, നമ്മുടെ ജീവിതത്തിലെ പാപങ്ങൾ കഴുകിക്കളയും അത് കാരണത്താൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അതുപോലെ തന്നെ ചില ആളുകൾക്ക് ആശങ്കയാണ്, എനിക്ക് സാധിക്കുമോ, സമ്പത്തൊക്കെ ഉണ്ട് പക്ഷേ എനിക്ക് ചെറിയ ചെറിയ അസുഖങ്ങൾ വരും. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ചില ആളുകൾ അതിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അത്യാവശ്യം സമ്പത്തും സൗകര്യമൊക്കെ ഉണ്ടായിട്ടും എനിക്ക് ചെറിയൊരു അസുഖമുണ്ട്, അതുകൊണ്ട് ഞാൻ അവിടെ പോയാൽ ബുദ്ധിമുട്ടും എന്നൊക്കെ പറഞ്ഞ് ചില ആളുകളെങ്കിലും മാറി നിൽക്കുന്നത് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ഹദീസിൽ കാണാം, വൽ ഹാജ് വൽ മുഅ്തമിർ, ഹജ്ജിന് വേണ്ടിയും ഉംറയ്ക്കും വേണ്ടിയൊക്കെ പോകുന്ന ആളുകൾ ആരാണ്? വഫ്ദുല്ലാഹ്, അവൻ അള്ളാഹുവിൻ്റെ അതിഥിയാണ്. നമ്മൾ ആരുടെ അടുക്കലേക്കാണ് പോകുന്നത്? ഏതെങ്കിലും പ്രയാസങ്ങൾ നിറഞ്ഞ, പരീക്ഷണങ്ങൾ നിറഞ്ഞൊരു സ്ഥലത്തേക്ക് നമ്മൾ അങ്ങനെ പുറപ്പെടുകയല്ല. അള്ളാഹുവിൻ്റെ അതിഥിയായിട്ട് നമ്മൾ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് ചെല്ലുകയാണ്. ദഅാഹും ഫഅജാബൂഹു, അവൻ നിങ്ങളെ വിളിച്ചു, നിങ്ങൾ അതിന് ഉത്തരം കൊടുത്തു. ഫസഅലൂഹു ഫഅഅതാഹും, നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കൂ, അവൻ നിങ്ങൾക്ക് നൽകുമെന്ന് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. നോക്കൂ നിങ്ങൾ, നമ്മൾ അവിടെ എത്തുന്ന സമയത്ത്, ഉംറക്കും ഹജ്ജിനും വേണ്ടി നമ്മൾ ചെല്ലുന്ന സമയത്ത് എന്തും പറഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത്? ഇഹ്റാമിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ പറയുന്നത് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്, അള്ളാഹുവേ നിന്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ടാണ് ഞാൻ ഇതാ വരുന്നത്. അപ്പം അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവനൊന്നും നോക്കാനില്ല, അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച് ഒരുങ്ങുക എന്നുള്ളതാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഈ കാര്യങ്ങൾ ഓരോന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നോക്കൂ നിങ്ങൾ, എത്ര ആളുകളുണ്ട് സമ്പത്തും സൗകര്യങ്ങളൊന്നുമില്ലാതെ വളരെ പാവപ്പെട്ട് നിൽക്കുന്ന ആളുകളുണ്ട്. നമ്മൾ ഓരോരുത്തരും തിരിഞ്ഞു നിൽക്കുന്ന, നമസ്കാരത്തിന് ഓരോ ദിവസങ്ങളും 5 നേരം തിരിഞ്ഞ് നമസ്കരിക്കുന്ന കഅബാലയത്തെ ഒന്ന് കാണാൻ, അതിൻ്റെ ചുറ്റും എത്തിയിട്ട് തവാഫ് ചെയ്യാൻ, സഫയുടെയും മറുവയുടെയും ഇടയിൽ സഅയ് ചെയ്യാൻ ഇങ്ങനെ കൊതിക്കുന്ന എത്ര ആളുകളുണ്ട്. പക്ഷേ സമ്പത്തും സൗകര്യങ്ങളും ഉണ്ടായിട്ട് പോലും അതിന് തയ്യാറാകുന്നില്ല എങ്കിൽ സുഹൃത്തുക്കളെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ആ വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തുണ്ട്, ഇന്ന അവ്വല ബൈതിൻ ഉളിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകൻ, ലോകത്ത് ആദ്യമായി അള്ളാഹു സുബ്ഹാനഹു വ തആല നിർമ്മിച്ച പള്ളിയാണ്. ആ ഭവനത്തിലേക്ക് എത്താൻ നമ്മൾ ഓരോരുത്തരും അതിനുവേണ്ടി ഒരുങ്ങണം, പ്രാർത്ഥിക്കണം. നോക്കൂ നിങ്ങൾ, ഇന്ന് വലിയ ഒരുപാട് ആളുകൾ ഒരു 1-2 സെന്റ് സ്ഥലം വിറ്റാൽ ഹജ്ജിന് പോകാൻ പറ്റുന്ന ഒരുപാട് ആളുകളുണ്ട്. അതൊക്കെ അവിടെ വെച്ച് എന്നിട്ട് സമ്പത്തില്ല എന്ന് പറഞ്ഞ് അതിൽ നിന്ന് മാറി നിൽക്കുന്നു. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വലിയ സ്വർണത്തിനൊക്കെ വലിയ വിലയുള്ളൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. കുറേ സ്വർണം വീട്ടിൽ അലമറയിലും മറ്റുമൊക്കെ വെച്ചിട്ട് അവർ ഹജ്ജിന് പോകാതെ നിൽക്കുന്നു. സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ സ്ഥലവും അതേപോലെ ഈ പറഞ്ഞ സ്വർണവുമൊക്കെ അതിൻ്റെ അനന്തരാവകാശികൾ എടുത്ത് അവർ അതുകൊണ്ട് ഹജ്ജോ അല്ലെങ്കിൽ ഉംറയോ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് അവർ ജീവിക്കും. പക്ഷേ നമ്മൾ നമ്മുടെ സ്ഥലം എന്ന് പറഞ്ഞിങ്ങനെ കൊണ്ടു നടക്കുന്നത് നമ്മൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമായി നമ്മോട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ഹജ്ജും ഉംറയും ഒക്കെ ചെയ്യാതെയാണോ നമ്മൾ ഈ സ്ഥലവും സ്വർണവും വെച്ച് നടക്കുന്നതെങ്കിൽ ആലോചിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്കൊക്കെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹജ്ജ് ചെയ്യാൻ ഒരുങ്ങി നിൽക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളും സഹോദരങ്ങളും സഹോദരിമാരുമുണ്ട്. അല്ലാഹു അവർക്കൊക്കെ ഏറ്റവും നല്ല രൂപത്തിൽ ഹജ്ജുൻ മബ്റൂർ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്ത് മടങ്ങി വരാൻ അവർക്ക് അല്ലാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹജ്ജിനു വേണ്ടി കൊതിക്കുന്ന എന്നാൽ സാമ്പത്തികമായി പ്രയാസമുള്ള ആളുകളുണ്ട്. അല്ലാഹുവേ, അത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ നീ അതിനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കണമേ. അല്ലാഹുവേ, ഞങ്ങളിൽ വന്നുപോയ തെറ്റുകളും കുറ്റങ്ങളും നീ ഞങ്ങൾക്ക് പുറത്ത് മാപ്പാക്കി തന്ന് നാളെ നിൻ്റെ സ്വർഗത്തിൽ ഉന്നതരായ സ്വഹാബികളുടെയും താബീങ്ങളുടെയും അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ കൂടെയും ഒക്കെ സ്വർഗത്തിലെത്താൻ നീ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.